നമസ്കാരം. 2026 ഓഗസ്റ്റ് 1 മുതൽ ഓഗസ്റ്റ് 31 വരെ, അതായത് കർക്കിടകം 16 മുതൽ ചിങ്ങം 15 വരെ കന്നിക്കൂറുകാർക്ക് എന്തൊക്കെ ഫലങ്ങളാണ് ഉണ്ടാവുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. ഓഗസ്റ്റ് മാസത്തിലെ ഗ്രഹനില പരിശോധിക്കാം. രവി മാസാരംഭത്തിൽ കർക്കിടകത്തിലാണ്. ഓഗസ്റ്റ് 17 സ്വന്തം ക്ഷേത്രമായ ചിങ്ങത്തിലേക്ക് മാറി വരികയാണ്. കുജൻ ഇടവത്തിലും ആഗസ്റ്റ് 2 മിഥുനത്തിലേക്കും മാറുകയാണ്. ബുധൻ മാസാരംഭത്തിൽ സ്വന്തം ക്ഷേത്രമായ മിഥുനത്തിലും 5 കർക്കിടകത്തിലേക്കും 22 ചിങ്ങത്തിലേക്കും മാറി വരുന്നു. ശനി മീനത്തിലാണ്. രാഹു കുംഭത്തിലും കേതു ചിങ്ങത്തിലുമാണ്. വ്യാഴം അതിൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിലാണ്. ശുക്രൻ അതിൻ്റെ നീചരാശിയായ കന്നിയിലുമാണ്. കുജൻ 2 ശത്രുക്ഷേത്രത്തിലേക്കാണ് മാറുന്നത്. എന്നാൽ ബുധൻ ഇപ്പോൾ സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുകയും 5 ശത്രുക്ഷേത്രത്തിലേക്ക് മാറുകയും 22 വീണ്ടും ബന്ധുക്ഷേത്രത്തിലേക്ക് വരികയുമാണ്. മറ്റുള്ള ഗ്രഹങ്ങൾ ഈ സമയത്ത് മിത്രക്ഷേത്രത്തിലുമാണ്. ഉത്രം മുക്കാല്, അത്തം, ചിത്തിര ആദ്യത്തെ 2 പാദം അടങ്ങിയ കന്നിക്കൂറുകാർക്ക് 2026 ഓഗസ്റ്റ് മാസത്തെ ചാരവശാലുള്ള ഫലം എന്താണെന്ന് നോക്കാം. തൊഴിൽപരമായി പറയുകയാണെങ്കിൽ തൊഴിലിൽ അവസരം ഉണ്ടാവുന്ന ഒരു സമയമാണ്. ദീർഘകാലമായി തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് തൊഴിൽ ലബ്ധി ഉണ്ടാകുവാൻ പറ്റിയ സമയമാണ്. ജോലിയുള്ളവർക്ക് സ്ഥാനക്കയറ്റം ഉണ്ടാകുവാനും വരുമാനം വർദ്ധിപ്പിക്കുവാനും പറ്റുന്നതാണ്. വിവിധ രീതിയിലുള്ള വരുമാനം വന്നു ചേരുന്നതാണ്. ഒരു തൊഴിൽ നിൽക്കെ മറ്റൊരു തൊഴിലിൽ വരുമാനം ഉണ്ടാകുന്ന സമയമാണ്. ജോലിയിൽ പുരോഗതിയും നേട്ടവും ഉന്നതരുമായിട്ടുള്ള ബന്ധവും പരിശ്രമത്തിൻ്റെ ഫലവും ഒക്കെ ഈ സമയത്ത് നേടുവാൻ കഴിയുന്നതാണ്. സഹപ്രവർത്തകരുമായും മേലധികാരിയുമായും ഒക്കെ നല്ല ബന്ധം സ്ഥാപിച്ചെടുക്കുവാൻ സാധിക്കുന്നതാണ്. പൊതുവെ പറഞ്ഞാൽ ജോലിയിൽ ഗുണപരമായ അവസ്ഥ വന്നു ചേരുന്നതാണ്. ബിസിനസ് പരമായി നോക്കുകയാണെങ്കിലും അനുകൂല സമയമാണ്. പുതിയ സംരംഭം തുടങ്ങുവാൻ പറ്റിയ സമയമാണ്. ബിസിനസ്സിൽ ലാഭവും നേട്ടവും ഒക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. സാമ്പത്തികമായും വളരെ അധികം ഗുണകരമായ സമയമാണ്. പല രീതിയിലുള്ള വരുമാനം വന്നു ചേരുന്നതാണ്. മുമ്പ് കടം കൊടുത്തവരിൽ നിന്നും പണം തിരിച്ചു കിട്ടുന്ന സമയം കൂടിയാണ്. വായ്പ എടുക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് പണം ലഭിക്കുന്നതാണ്. സുഖ സൗകര്യങ്ങൾ ഒത്തുവരുന്ന ഒരു സമയമാണ്. എന്നിരുന്നാലും അനാവശ്യ ചിലവ് ഒഴിവാക്കേണ്ടതുണ്ട്. ആഡംബരത്തിനും സുഖ സൗകര്യത്തിനുമായി അനാവശ്യമായി പണം ചിലവഴിക്കുന്നതിൽ ഒരു നിയന്ത്രണവും ജാഗ്രതയും ഒക്കെ ഈ സമയത്ത് ഉണ്ടാവേണ്ടതുണ്ട്. കുടുംബപരമായി പറയുകയാണെങ്കിൽ ആശയവിനിമയത്തിൽ അപാകത ഉണ്ടാവാതെ നോക്കേണ്ടതാണ്. വിട്ടുവീഴ്ച ചെയ്യേണ്ട സമയം വന്നു ചേരും. ആ സമയത്ത് കൂടുതൽ തർക്കിക്കാതെ വിട്ടുവീഴ്ച ചെയ്യേണ്ടതും ആവശ്യമാണ്. സംസാരം തെറ്റായി വ്യാഖ്യാനിക്കാതിരിക്കാൻ ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. പരസ്പര ബഹുമാനത്തോടെയും ഐക്യത്തോടെയും മുന്നോട്ട് പോവുകയാണെങ്കിൽ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടാവുന്നതാണ്. യാത്രാ ചിലവ് വർദ്ധിക്കുന്ന ഒരു സമയമാണ്. എന്നാൽ യാത്രാ നേട്ടം ഉണ്ടാവുന്ന സമയം കൂടിയാണ്. ഊഹക്കച്ചവടങ്ങളിൽ കൂടുതൽ പണം ചിലവഴിക്കുന്നത് ഈ സമയത്ത് അത്ര ഗുണകരമല്ല. നഷ്ടം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ആരോഗ്യകരമായി പറയുകയാണെങ്കിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയമാണ്. പങ്കാളിക്ക് ചെറിയ രീതിയിലുള്ള അസുഖങ്ങൾ വന്നു എന്ന് വരാം. അതുകൊണ്ട് തന്നെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. വയറു സംബന്ധമായ അസുഖങ്ങൾ, ഉദര സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ്. എന്നിരുന്നാലും വലിയ രീതിയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയില്ല. ശത്രുഹാനി ഉണ്ടാവുന്നതും ശത്രുക്കൾ അടിയറവ് പറയുന്നതുമായ ഒരു സമയമാണ്. കുടുംബങ്ങളോ മറ്റ് ആരെങ്കിലുമായിട്ടോ ശത്രുത ഉണ്ടായിരുന്നെങ്കിൽ അവയൊക്കെ മനസ്സിലാക്കി അവയൊക്കെ പറഞ്ഞു തീർത്ത് രമ്യതയിലാകുന്ന സമയം കൂടിയാണ്. വിദ്യാർത്ഥികൾക്ക് മികച്ച നേട്ടം കൈവരിക്കുവാൻ പറ്റുന്ന സമയമാണ്. പരീക്ഷാ വിജയം ഉണ്ടാവുന്നതാണ്. പുതിയ കോഴ്സിന് അപേക്ഷിക്കുന്നവർക്ക് അത് ലഭിക്കുവാൻ സാധ്യതയുണ്ട്. വിദേശത്ത് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് ലഭിക്കുവാനും സാധ്യതയുണ്ട്. വീട് വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക്, പുതിയ വീട് വെക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നടന്നു കിട്ടുന്നതാണ്. വാഹനയാത്രയിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയമാണ്. പ്രത്യേകിച്ച് ഇരുചക്ര വാഹനങ്ങളിൽ അസമയത്ത് യാത്ര ചെയ്യുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആത്മീയത വർദ്ധിക്കുന്ന സമയമാണ്. ക്ഷേത്ര ദർശനം നടത്തുവാനും ദീർഘകാലമായി ആഗ്രഹിച്ച ക്ഷേത്രത്തിൽ ദർശനം നടത്തുവാൻ ഈ സമയത്ത് കഴിയുന്നതാണ്.
ഇവർക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള ചെറിയ ചെറിയ ദോഷങ്ങൾക്ക് പരിഹാരമായി ഈ മാസം ചെയ്യേണ്ടത് എന്താണെന്ന് നോക്കാം. ശിവക്ഷേത്ര ദർശനം, വിഷ്ണു ക്ഷേത്ര ദർശനം, ശാസ്താക്ഷേത്ര ദർശനം എന്നിവയൊക്കെ നടത്തി വഴിപാടുകൾ ചെയ്യുകയും വിഷ്ണു സഹസ്രനാമം ജപിക്കുകയും ഹനുമാൻ ചാലീസ കഴിയുമെങ്കിൽ ദിവസവും ജപിക്കുകയും ഒക്കെ ചെയ്താൽ ഇവർക്ക് ദോഷഫലങ്ങൾ കുറഞ്ഞു കിട്ടുന്നതാണ്.